നന്ദി മൈനേ, നല്ല രുചിയുള്ള കുഞ്ഞുങ്ങൾ. ഇനിയും മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്ക്. എനിക്ക് ഇനിയും രുചികരമായ ഭക്ഷണങ്ങൾ കിട്ടും. ഫെബ്രുവരിയിൽ നല്ല കാലാവസ്ഥയായിരുന്നു. ഡ്രീംലാൻഡ് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും ഈ കാലാവസ്ഥയെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. വൈകുന്നേരം വിചിത്രമായൊരു ശബ്ദം കേട്ടു. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശ്രദ്ധ ആ ദിശയിലേക്കും പോയി. ഇതെന്താ വിചിത്രമായ ശബ്ദം? ആരോ കളിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. എല്ലാവരും ചേർന്ന് ഈ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്നു തുടങ്ങി. അവിടെ എത്തിയ ഉടൻ അവർ എന്തു കണ്ടെന്നാൽ മോണ്ടുകുരങ്ങ് വായിലൊരു ശംഖും വെച്ച് ഊതിക്കൊണ്ടിരുന്നു. മോണ്ടുചേട്ടാ, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? മരത്തിലുണ്ടായി വന്ന രൂപം കണ്ടോ? ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മരത്തിൽ ഒരു ശിവലിംഗവും ഉണ്ടാക്കി വെച്ചിരുന്നു. ഇത് എന്താണ്? ഇതിനെ ശിവലിംഗമെന്ന് പറയും. മനുഷ്യർ അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം അകറ്റിമാറ്റാൻ വേണ്ടി അവർ ദൈവത്തെ പ്രാർത്ഥിക്കും. ഓരോ ശിവരാത്രിയിലും ദൈവത്തെ ആരാധിക്കുന്ന രീതിയിൽ അവർ പൂജകൾ ചെയ്യും. അടുത്ത മാസം മഹാശിവരാത്രി വരികയാണ്. ആ രാത്രി വളരെ അത്ഭുതകരമാണ്. ആ രാത്രിയിൽ അവർ നിരാഹാരമിരുന്ന് ഒരു രാത്രി മുഴുവനും ഉറങ്ങാതെ അവർ ശിവനെ ആരാധിക്കും. അപ്പോൾ ഈ കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഈ ശിവൻ നമ്മളെ രക്ഷിക്കുമോ? നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ ഉറപ്പായും ചെയ്തു തരും. മൃഗങ്ങൾക്ക് അത് എന്തു പറയുന്നെന്ന് മനസ്സിലായില്ല. എന്നാലും പൂജ ചെയ്യില്ല എന്നവർ പറഞ്ഞതേയില്ല. ഒരു ദിവസം മൈന തന്റെ കുഞ്ഞുങ്ങളോടൊപ്പം അതിന്റെ കൂട്ടിൽ ഇരിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഭക്ഷണം കൊണ്ടുവരാം. നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഒരുപക്ഷെ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ നന്നായി ശബ്ദമുണ്ടാക്കൂ. ശരി അമ്മേ, ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം. മൈന അതിന്റെ കുട്ടികളെയും വിട്ടിട്ട് അവിടെ നിന്നും പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗോൾഡി അവിടേക്ക് വന്നു. അത് വിശന്ന് വേട്ടയാടാൻ അവിടെ വന്നതാണ്. ഓഹോ, നല്ല ഇളം കുഞ്ഞുങ്ങൾ, തിന്നാൽ നല്ല രസമായിരിക്കും. അങ്ങനെ പറഞ്ഞ് അത് ആ കൂടിനടുത്തേക്ക് പോയി. രക്ഷിക്കൂ, രക്ഷിക്കൂ, പരുന്ത് വന്നിരിക്കുന്നു. ആ പക്ഷികൾ അലറിയ ഉടനെ മറ്റു പക്ഷികളെല്ലാം അവിടേക്ക് വന്നു. ഗോൾഡി, കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യരുതെന്നോ? ഞാനിതിനെ തിന്നാൻ പോവുകയാ. തടയാൻ പറ്റുമെങ്കിൽ തടയൂ. എല്ലാ പക്ഷികളും പരുന്തിനെ ഒരേ സമയം ആക്രമിക്കാൻ പോയി. എന്നാൽ പരുന്ത് ഇവരെ എല്ലാവരെക്കാളും അത് വലുതായതുകൊണ്ട് അത് വന്ന് ഇവരെ എല്ലാവരെയും തുരത്തി എല്ലാവരെയും അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് എന്റെ മുൻപിലേക്കൊന്നും വരരുത്. അങ്ങനെ പറഞ്ഞ് ഒരു കുഞ്ഞു പക്ഷി അതിന്റെ വാ കൊണ്ടെടുത്തു. ആ കുഞ്ഞു പക്ഷി പകുതിയും വായ്ക്കകത്തായിരുന്നു. അത് അതിന്റെ കാലുകളുമാട്ടി പരുന്തിന്റെ വായ്ക്കുള്ളിലുമായി. അത് കണ്ട് മറ്റൊരു കുഞ്ഞും കരഞ്ഞു തുടങ്ങി. പരുന്ത് മാമ, ദയവ് ചെയ്ത് എന്നെ തിന്നല്ലേ. എന്റെ ചേട്ടനെ നിങ്ങൾ എന്തായാലും തിന്നു. എന്റെ അമ്മ വരുമ്പോൾ എന്നെയും ഇവിടെ കണ്ടില്ലെങ്കിൽ അമ്മ പാവം ഒരുപാട് കരയും മാമ. അതിനെക്കുറിച്ചൊന്നും എനിക്ക് വിഷമമില്ല. എനിക്കെന്റെ ഭക്ഷണം വേണം. അതേസമയം മൈന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവരികയായിരുന്നു. അവൾ വന്നു നോക്കിയപ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞു മാത്രമേ കാണുന്നുള്ളൂ. ഗോൾഡി മറ്റേ കുഞ്ഞിനെയും ഭക്ഷിക്കാൻ അടുത്തുപോയി. ഗോൾഡി! അതിന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും താഴെ വീണു. അത് ഗോൾഡിയുടെ അടുത്തേക്ക് വേഗത്തിൽ പോയി. എന്നാൽ ആ ദുഷ്ടനായ ഗോൾഡി അതിന്റെ കൺമുൻപിൽ വച്ച് മറ്റൊരു കുഞ്ഞിനെയും തിന്നു. അത് കണ്ട് മൈന ഒരുപാട് വിഷമിച്ചു. അതിന്റെ കൂട്ടിൽ കുഞ്ഞുങ്ങളുടെ ചോര കണ്ട് കരയാൻ തുടങ്ങി. നന്ദി മൈനേ, നല്ല രുചിയുള്ള കുഞ്ഞുങ്ങൾ. ഇനിയും മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്ക്. എനിക്ക് ഇനിയും രുചികരമായ ഭക്ഷണങ്ങൾ കിട്ടും. അങ്ങനെ പറഞ്ഞ് അതിന്റെ വലിയ ചിറകുകളാട്ടി അത് ആകാശത്തിൽ പറന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മോണ്ടുകുരങ്ങ് അവിടേക്ക് വന്നു. അവിടെ വന്ന പക്ഷികൾ നടന്ന എല്ലാ കാര്യവും അതിനോട് പറഞ്ഞു. അത് കേട്ട കുരങ്ങ് അതിന്റെ കൈകൾ കൂപ്പി ഇങ്ങനെ പറഞ്ഞു. ശിവഭഗവാനെ, കാട്ടിലുള്ള പക്ഷികളുടെ കുഞ്ഞുങ്ങളെ ആ ഗോൾഡി പരുത് കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. മൈന ചേച്ചി, നിങ്ങളും വന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കൂ.
അദ്ദേഹത്തിന് നിങ്ങൾ പൂജ ചെയ്യ്. ഉറപ്പായും ആ പരുന്തിന്റെ കയ്യിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും. അത് അങ്ങനെ പറഞ്ഞതും മൈനയും ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിന്റെ ശില്പത്തിന്റെ അടുത്ത് തന്നെ അതിന്റെ കൂടും കെട്ടി. അതും മോണ്ടുകുരങ്ങനോടൊപ്പം ചേർന്ന് ശിവപൂജകൾ ചെയ്യാനും തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അത് 2 മുട്ടയും ഇട്ടു. അയ്യോ ദൈവമേ, കുറച്ചു നാളുകൾക്കുള്ളിൽ എന്റെ കുഞ്ഞുങ്ങൾ വെളിയിൽ വരും. നിങ്ങൾ വേണം ആ പരുന്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ. മഹാശിവരാത്രിക്ക് ഇനി 2 ദിവസമുണ്ട്. മൈനയുടെ കുഞ്ഞുങ്ങളും വിരിഞ്ഞു വന്നു. അതിനെ കണ്ടവൾ ഒരുപാട് സന്തോഷിച്ചു. ഇപ്പോൾ അത് വീണ്ടും ഭക്തിയോടെ പൂജകൾ ചെയ്യാൻ തുടങ്ങി. മോണ്ടുകുരങ്ങും പിന്നെ മൈനയും പൂജ ചെയ്യുമ്പോൾ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അവരുടെ പിന്നിൽ വന്ന് നിന്ന് അവർ ചെയ്യുന്നത് നോക്കി നിന്നു. അങ്ങനെ അവസാനം മഹാശിവരാത്രിയും എത്തി. അന്ന് വൈകിട്ട് മോണ്ടുകുരങ്ങ് മൈനയോട് പറഞ്ഞു, മൈന ചേച്ചി, ഇന്ന് മഹാശിവരാത്രിയാണ്. നമുക്ക് രാത്രി ഒന്നും ഉറങ്ങാതെ ദൈവത്തെ പ്രാർത്ഥിക്കാം. ഉറപ്പായും ദൈവം നമ്മളോട് കരുണ കാണിച്ച് നമ്മുടെ കഷ്ടപ്പാടെല്ലാം അകറ്റി മാറ്റും. ഉറപ്പായും മോണ്ടുചേട്ടാ, ഉറപ്പായും ഞാൻ ഉറങ്ങില്ല. ഞാൻ നിരാഹാരവും നോക്കുന്നുണ്ട്. ദൈവം ആ പരുന്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിച്ചാൽ മതി. അത് പറഞ്ഞത് വേറെ മൃഗങ്ങളും കേട്ടു. അവരും മൈനയോടൊപ്പം ഉറക്കം വിളച്ച് അതിനോടൊപ്പം ശിവരാത്രി വ്രതമെടുക്കാമെന്നും പറഞ്ഞു. അന്ന് രാത്രി എല്ലാവരും ചേർന്ന് പൂജ ചെയ്യാൻ റെഡിയായി. കുറച്ചു നേരത്തിനുള്ളിൽ തുടങ്ങാനും ഇരുന്നു. ആ സമയത്ത് പരുന്തവിടെ വന്ന് അട്ടഹസിച്ച് ചിരിച്ചു. ഞാനിതാ വന്നു. ആ മൈനേ, നീ എന്നെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നല്ലോ. എനിക്ക് വേണ്ടി നീ വീണ്ടും 2 കുട്ടികൾക്ക് ജന്മം നൽകി. വീണ്ടും ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അത് ഭയാനകരമായി ചിരിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. മൈനയും തന്റെ ജീവൻ പണയം വെച്ച് അതിനെ ആക്രമിക്കാൻ പോയി. എന്നാൽ ഗോൾഡി അതിന്റെ വായ കൊണ്ട് മൈനയെ വളരെ മോശമായി ആക്രമിച്ചു. പാവം മൈനയും താഴെ വീണു. അതിനെ എഴുന്നേൽക്കാൻ പോലും പറ്റിയില്ല. ദൈവത്തിന്റെ മുൻപിൽ തന്റെ ചിറകുകൾ കൂപ്പി ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ദയവ് ചെയ്ത് ഈ പരുന്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ. ഇത് വീണ്ടും എന്റെ കുഞ്ഞുങ്ങളെ തിന്ന് എന്റെ മാതൃത്വം ഇല്ലാതാക്കും. മൈനയുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കൂ ദൈവമേ. ഇങ്ങനെ പറഞ്ഞ് മോണ്ടുകുരങ്ങ് ശംഖൂതാനും തുടങ്ങി. അങ്ങനെ പറഞ്ഞ് ഗോൾഡി പതുക്കെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോയി. പക്ഷികളെല്ലാം അത് നോക്കി നിന്നു. എന്നാൽ ആർക്കും അതിനെ തടയാനേ പറ്റിയില്ല. നിങ്ങളെ കാണാൻ തന്നെ എന്ത് രുചിയാ. അത് ആ കുഞ്ഞുങ്ങളെ കഴിക്കാൻ വേണ്ടി അടുത്തു പോയ സമയം പെട്ടെന്ന് അതിന്റെ ചിറകുകളിൽ തീ കത്തി. എല്ലാവരും ഇത് കണ്ട് ഒരുപാട് ഷോക്കായി. അതിന്റെ ചിറകുകളിൽ തീ കത്തുന്നു. എന്നാൽ ആ തീ കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നില്ല. കുറച്ചു നേരത്തിനുള്ളിൽ അത് പിടഞ്ഞ് താഴേക്ക് വന്നു വീണു. അത് മൈനയുടെ തൊട്ടു മുൻപിൽ വന്നു വീണു. എന്റെ ചിറകുകൾ. ഇങ്ങനെ അത് പിടയുന്നത് കണ്ട് എല്ലാവരും സന്തോഷിച്ചു. ദൈവമേ, എന്റെ കുഞ്ഞുങ്ങളെ നീ രക്ഷിച്ചു. കോടാനുകോടി നന്ദി. അങ്ങനെ പറഞ്ഞതും അതിന്റെ ചിറകുകളിലുള്ള എല്ലാ പരുക്കുകളും ശരിയായി. അത് നല്ല രീതിയിൽ വേദനയിൽ പിടഞ്ഞ് അതിന്റെ ജീവനും വെടിഞ്ഞു. ഇപ്പോൾ എല്ലാ പക്ഷികൾക്കും ശിവനോടുള്ള ഭക്തിയും കൂടി. എല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. എല്ലാവരും ചേർന്ന് ശിവഭഗവാനെ നന്നായി പൂജിച്ചു. മഹാശിവരാത്രിയുടെ മുഴുവൻ രാത്രിയിലും അവർ ഭക്തിയോടെ പൂജകൾ ചെയ്തു. ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെയില്ല. എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ. ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ, മരം പിഴുതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ. ചില ദിവസങ്ങൾക്ക് മുൻപ് ആ കാടിന്റെ കാലാവസ്ഥ വളരെ നന്നായിരുന്നു. എല്ലാ മൃഗങ്ങളും ഉച്ചസമയത്ത് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടേയിരുന്നു. അപ്പോ പെട്ടെന്ന് അവിടെ തറയൊക്കെ കുലുങ്ങാൻ തുടങ്ങി. അപ്പോ എല്ലാവരും കണ്ടു മോട്ടു എന്ന ഗാണ്ടാമൃഗം വേഗത്തിൽ ഓടിവരുന്നത്. അത് വേണം വെച്ച് എല്ലാവരെയും എന്തോ ചെയ്യുന്നതിനു വേണ്ടി ചിരിച്ചുകൊണ്ടേ വേഗത്തിൽ ഓടിവന്നു. എല്ലാവരും അത് കണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു ഓടി. പക്ഷെ ആട് മാത്രം അവിടെ പേടിച്ചു നിന്നുകൊണ്ടിരുന്നു. ഗാണ്ടാമൃഗം വേഗവേഗം ഓടിവന്ന് വഴിയിൽ തടഞ്ഞു നിന്ന ആ ആടിനെ
വേഗത്തിൽ വലിച്ചെറിഞ്ഞു. അത് കഴിഞ്ഞ് മോട്ടു കാണ്ടാമൃഗം ഒരു മരത്തിൽ ഇടിച്ചു. ആ മരവും തെറിച്ചുപോയി ദൂരെ വീണു. അത് കണ്ട് മോട്ടു കാണ്ടാമൃഗം ഒരുപാട് ചിരിക്കാൻ തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ച് ആ ആടിനടുത്ത് വന്നു. എല്ലാവരും അതിനെ നോക്കി. അയ്യോ ആടേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അത് കേട്ടതും ആട് എഴുന്നേറ്റ് നിന്നു. അപ്പൊ ഒരുപാട് വിഷമത്തോടെ പറഞ്ഞു, പരിക്കൊന്നും പറ്റിയില്ല, എന്നാൽ നന്നായി വേദനിക്കുന്നു. മോട്ടു, നീ എന്താ നോക്കി ഓടില്ലേ? ഇവന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ? നീ എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാ. ഏതെങ്കിലും ഒരു പാവത്തിനെ കിട്ടിയാൽ അവനെ ഇടിച്ചിടുന്നത്. അതുമല്ലാതെ നീ ദിവസവും ഓരോ മരങ്ങളായി പിഴുതെറിയുന്നു. ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെയില്ല. എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ. ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ, മരം പിഴുതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ. നിനക്കെന്താ, എനിക്ക് 2 കൊമ്പുള്ള കാര്യം അറിയില്ലേ? അതും നിന്റെ കൊമ്പിനേക്കാളും വലുതാ. എന്നാൽ എനിക്ക് ആരെങ്കിലും ഇടിച്ചു തള്ളാനോ ഈ കാട്ടിലുള്ള മരങ്ങളെല്ലാം പിഴുത് ഈ കാട് നശിപ്പിക്കാൻ തോന്നുന്നേയില്ലല്ലോ. നിനക്ക് മാത്രം എങ്ങനെ തോന്നുന്നു? അത് നിന്റെ ടെൻഷനാണ്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. അങ്ങനെ പറഞ്ഞ ആ കാണ്ടാമൃഗം അവിടുന്ന് പോയി. എല്ലാ മൃഗങ്ങളും വളരെ ദേഷ്യത്തിൽ അതിനെ തുറിച്ചു നോക്കി. ഈ തടിയൻ കാണ്ടാമൃഗം നമ്മളെ ദിവസവും ദ്രോഹിക്കുന്നു. ഏതെങ്കിലും മരം പിഴുതെറിഞ്ഞ് കാടും നശിപ്പിക്കുന്നു. ഇതിൽ നിന്നും നമുക്ക് എന്നാണൊരു വിമോചനം? മാൻ അവിടെയുള്ള എല്ലാ മൃഗങ്ങളെക്കാൾ വളരെ ബുദ്ധിശാലി. അത് ആലോചിക്കാൻ തുടങ്ങി ആ കാണ്ടാമൃഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന്. ഒരു ദിവസം മാൻ ആ ആട് ഒരു ആനയ്ക്കൊപ്പം കാട്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പ അവരുടെ കണ്ണ് ഒരു ഗുഹയിലേക്ക് പോയി. ഇവിടെ നോക്കൂ, ഈ ഗുഹ എത്ര വലുതാണെന്ന്. ഇതിന്റെ ഉള്ളിൽ എത്ര ഇരുട്ടാ. വരൂ, അകത്തു പോയി നോക്കാം. അങ്ങനെ പറഞ്ഞെല്ലാവരും ഗുഹയ്ക്കടുത്തേക്ക് പോയി. ഗുഹയുടെ മുന്നിൽ നിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അത് വളരെ ആഴത്തിലായിരുന്നു. അതുമാത്രമല്ലാതെ അതിൽ ഇരുട്ടുമായിരുന്നു. അപ്പൊ മാൻ കണ്ടു അതിനടുത്തൊരു വലിയ പാറയും ഉണ്ടായിരുന്നു. ആ ഗുഹയുടെ മുറ്റത്തിനേക്കാൾ വലിയ പാറയായിരുന്നു അത്. ആനേ, മുൻപിൽ ഒരു വലിയ കല്ലുണ്ട്. നിനക്ക് ഇത് നീക്കാൻ പറ്റുമോ? ഇത് കുറച്ചു വലുതാണ്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പറഞ്ഞാന ആ പാറയ്ക്കടുത്തേക്ക് പോയി. മെല്ലെ മെല്ലെ അതിനെ തള്ളാൻ തുടങ്ങി. അപ്പൊ ആ പാറ ആ ഗുഹയുടെ മുന്നിലേക്ക് വന്നുടനെ മാൻ പറഞ്ഞു, മതി മതി, അവിടെ വെച്ചാൽ മതി. അതിന്റെ ശബ്ദം കേട്ടതും ആന അത് നിർത്തി. നിങ്ങൾ കണ്ടോളൂ, ആ തടിയൻ കാണ്ടാമൃഗത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ പോകുന്നു. നീ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. അപ്പൊ മാൻ അതിന്റെ ഐഡിയ എല്ലാവരോടും പറഞ്ഞു. അത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. വൈകുന്നേരം എല്ലാവരും അതേ സ്ഥലത്ത് സന്തോഷത്തോടെ കളിച്ചു. അപ്പോ വീണ്ടും തറയൊക്കെ പതറാൻ തുടങ്ങി. അപ്പോ അവർക്ക് മനസ്സിലായി മോട്ടു കാണ്ടാമൃഗം വരുന്നുണ്ടെന്ന്. എല്ലാവരും ഒരു ഭാഗത്ത് നിന്നു. അപ്പോ ആ കാണ്ടാമൃഗം വേറൊരു മരം പറിച്ചിട്ടു. അത് കഴിഞ്ഞ് അത് നോക്കി ചിരിച്ചു. പക്ഷെ അവിടെയുണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം അതിനൊപ്പം ചിരിച്ചു. അത് ഷോക്കായി. ഓ, എന്തു പറ്റി? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? നീ അറിഞ്ഞില്ലേ തടിയാ? കാട്ടിൽ പുതിയ കാണ്ടാമൃഗം വന്നിരിക്കുന്നു. അതിന് നിന്റെ കൂടെ അടിയുണ്ടാക്കണമത്രേ. ഇനി മുതൽ നിന്റെ ശല്യം ഞങ്ങൾക്ക് കാണുകയേയില്ല. ആ, എന്റെ സ്ഥലമെന്താ? അവൻ കൈയടക്കുമോ? ഞങ്ങൾ അവനെ കണ്ടിട്ടുണ്ട്. അവൻ നിന്നെക്കാളും ബലശാലിയാണ്. അതുമാത്രമല്ല, അവൻ നിന്നെ പേടിപ്പിച്ച് തന്നെ ഓടിക്കുമത്രേ. അത് കേട്ടത് മോട്ടു കാണ്ടാമൃഗത്തിന് ദേഷ്യം വന്നു. അപ്പൊ അത് പറഞ്ഞു, അതെയോ, ശരി, അവന് വേണ്ടി ഞാൻ ഇവിടെ തന്നെ കാത്തിരിക്കാം. ഇന്ന് ഞാൻ അവനെ കൊല്ലാതെ വിടില്ല. അത് കേട്ട എല്ലാ മൃഗങ്ങളും ഭയങ്കരമായി ചിരിച്ചു. അപ്പോ മാൻ പറഞ്ഞു, ഞങ്ങൾക്കതിന്റെ ഗുഹയറിയാം. നിനക്ക് ധൈര്യമാണെങ്കിൽ പറ, നീ അവന്റെ കൂടെ അടിയുണ്ടാക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. നിങ്ങളുടെ ആ കാണ്ടാമൃഗം എവിടെയാണെന്ന് പറയൂ. അതെന്താ, എന്നെ പേടിപ്പിച്ച് ഓടിക്കുമോ? അത് കേട്ടതും എല്ലാ മൃഗങ്ങളും പരസ്പരം നോക്കി സന്തോഷപ്പെട്ടു.
അവരുടെ ഐഡിയ നന്നായി നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് എല്ലാവരും ആ കാണ്ടാമൃഗത്തെ കൊണ്ട് ആ ഗുഹ നോക്കി നടന്നു. എന്താ നീ അവനെ വിളിക്കാൻ എന്താ പേടിക്കുന്നുണ്ടോ? അത് കേട്ടതും മോട്ടുവിന് ദേഷ്യം വന്നു. ആ മുറ്റത്ത് നിന്ന് അത് ബഹളം വെച്ചു. എടാ കാണ്ടാമൃഗമേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വാടാ. അതങ്ങനെ പറഞ്ഞുടനെ അതിന്റെ ശബ്ദം ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് എതിർ ശബ്ദമായി കേട്ടു. എടാ കാണ്ടാമൃഗമേ, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വാടാ. നീ കേട്ടോ, നിന്നേക്കാൾ എത്ര ശബ്ദത്തിലാ അവൻ വിളിക്കുന്നതെന്ന്. അകത്ത് പോകാൻ നിനക്ക് നല്ല പേടിയുണ്ടല്ലേ? ആ, ഇപ്പോൾ തന്നെ അകത്ത് കയറി അവനെ തീർത്തിട്ട് വരാം ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരെ കണ്ട് ആരാണ് പേടിക്കുന്നതെന്ന്. അങ്ങനെ പറഞ്ഞ് മോട്ടു കാണ്ടാമൃഗം ആ ഗുഹയ്ക്കുള്ളിൽ വേഗത്തിൽ പോയി. അപ്പം ആ ആനയോട് പറഞ്ഞു, ആനച്ചേട്ടാ, വേഗം പോയി ആ കല്ലെടുത്ത് ഈ ഗുഹ അടയ്ക്കൂ. മാൻ പറഞ്ഞത് കേട്ട് ആന വേഗം ചെന്ന് ആ പാറയെ മെല്ലെ മെല്ലെ തള്ളാൻ തുടങ്ങി. മോട്ടു ദേഷ്യത്തിൽ ഗുഹയ്ക്കുള്ളിൽ പാതി ദൂരം വരെ പോയിരുന്നു. പാവം പോകുന്തോറും ഇരുട്ട് മാത്രമായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ. എവിടെയാടാ നീ? ഞാനിപ്പോൾ നിന്റെ ഗുഹയ്ക്കകത്തേക്ക് വന്നു. നീ എന്താടാ മുൻപിലേക്ക് വരാത്തത്? എവിടെയാടാ നീ? ഞാനിപ്പോൾ നിന്റെ ഗുഹയ്ക്കകത്തേക്ക് വന്നു. നീ എന്താടാ മുൻപിലേക്ക് വരാത്തത്? അപ്പോ വീണ്ടും അതിന്റെ ശബ്ദം അതിനെതിരായി കേട്ടപ്പോൾ അതിനെല്ലാം മനസ്സിലായി. എല്ലാവരും ചേർന്ന് അതിനെ പറ്റിച്ചു എന്ന്. അതിന് ഒരുപാട് ദേഷ്യം വന്നു. അത് വേഗം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. പക്ഷെ അപ്പോഴേക്കും ആന ആ പാറ തള്ളി അതിന്റെ മുറ്റത്തിൽ കൊണ്ടുപോയി. മോട്ടു വളരെ വേഗത്തിൽ ആ മുറ്റത്തേക്ക് വന്നു. പക്ഷെ അത് വരുമ്പോഴേക്കും ആ ഗുഹയുടെ വായ മൊത്തമായി മൂടിയിരുന്നു. പക്ഷെ അത് ദേഷ്യത്തിൽ അതിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ആ പാറയെ ഇടിച്ചു. പക്ഷെ ആ പാറ അനങ്ങിയതേയില്ല. ഇത് മാറ്റണം, തള്ളി മാറ്റണം. നിന്നെ കൊണ്ട് പറ്റും, തള്ളു. നിങ്ങൾ എല്ലാവരും എന്നെ കബളിപ്പിച്ച് വലിയ തെറ്റ് ചെയ്തു. എടാ, നീ ആദ്യം ഈ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കേ. അങ്ങനെ പറഞ്ഞ് എല്ലാ മൃഗങ്ങളും ചിരിച്ചുകൊണ്ടിരുന്നു. ഇത് വളരെ നല്ല കാര്യമാ. ഇന്ന് നീ കാരണം ഈ തടിയൻ കാണ്ടാമൃഗത്തിൽ നിന്നും വിമോചനം കിട്ടി. അതെ അതെ, നിന്റെ ബുദ്ധി കൊണ്ട് നീ ഒരു നല്ല കാര്യം ചെയ്തു. മാൻ ചിരിച്ചു. പിന്നെ പറഞ്ഞു, നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ ഈ ബുദ്ധിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ലായിരുന്നു. ശരി, വരൂ, നമുക്ക് ഇവിടെ നിന്നും പോകാം. നമ്മളിനി ഇവിടെ നിന്ന് വേറെ എന്ത് ചെയ്യാനാണ്? അത് കഴിഞ്ഞ് എല്ലാവരും അവിടുന്ന് പുറപ്പെട്ടു. അകത്ത് പെട്ടുപോയ മോട്ടുവിന് മൊത്തം ഇരുട്ടായതുകൊണ്ട് ഒന്നും അതിന്റെ കണ്ണിന് കണ്ടില്ല. അത് അവിടെയും ഇവിടെയും നടക്കുമ്പോൾ ഇടിച്ചിടിച്ച് അതിന്റെ കൊമ്പിൽ പരുക്കുകളും ആയിരുന്നു. അന്നു മുതൽ ആ ഗുഹയിൽ നിന്ന് അതിന് പുറത്ത് വരാനേ കഴിഞ്ഞില്ല. എല്ലാ മൃഗങ്ങളും വളരെ നിശബ്ദമായ കാട്ടിൽ ജീവിച്ചു തുടങ്ങി.